ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. +1 ഫിസിക്സിൻ്റെ യൂണിറ്റ് 1 ഫിസിക്കൽ വേൾഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു റിവിഷൻ നടത്താൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. യൂണിറ്റ് 1 ഫിസിക്കൽ വേൾഡ് വളരെ എളുപ്പമുള്ള പാഠഭാഗമാണിത്. ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4 തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഒബ്ജക്ട്സുകൾക്കിടയിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ്റെ ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അതെന്താണ് എന്നുള്ളത് ഒന്ന് വേഗം പറയാം. 2 ഒബ്ജക്ട്സ് എടുക്കുന്നു. ഒബ്ജക്റ്റ് നമ്പർ 1, ഒബ്ജക്റ്റ് നമ്പർ 2. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് m1, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് m2. ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് g എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ Fg വിച്ച് ഇസ് ഈക്വൽ ടു g ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് വരും. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2 ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് എന്താ ഗുണം? നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഏത് മരത്തിൽ നിന്നും ഏത് ഫ്രൂട്ടും എന്താണെങ്കിലും താഴേക്കാണ് വീഴുന്നത്, അല്ലേ? അതെന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് എറിഞ്ഞാൽ അവ താഴത്തേക്ക് വരുന്നതിൻ്റെ കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതിൻ്റെ ബേസിക് ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ദ വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് ലോങ് റേഞ്ച് ഫോഴ്സാണ്. ലോങ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്തിലേക്കും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സെക്കൻഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അത് പറയുന്നതിന് മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് കൂടിയും പറയാം. റെസ്റ്റിലിരിക്കുന്ന 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സാണ്. സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ്, ഇലക്ട്രോ മീൻസ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കാണുക കേട്ടോ. റെസ്റ്റിലിരിക്കുന്ന 2 ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതിന് ബേസിക് ആയിട്ട് ലോ ആണ് കൂളോംസ് ലോ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മാഗ്നറ്റിക്, ദാറ്റ് മീൻസ് ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റിലുള്ളതല്ല, മൂവിങ് ഇലക്ട്രിക് ചാർജാണ്. അപ്പോൾ ഒരു മൂവിങ് ഇലക്ട്രിക് ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് ലോങ് റേഞ്ച് ഫോഴ്സാണ്. തേർഡ് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിനും ന്യൂട്രോണിനും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇവ പേര് പോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്, കാരണം ന്യൂക്ലിയസിനകത്താണ് ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ചാർജ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനുള്ള കാരണം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജും ഇല്ല, പക്ഷേ എങ്കിലും അവ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അതേപോലെ പ്രോട്ടോണും തമ്മിൽ 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിലും ന്യൂട്രോണും തമ്മിൽ 2 ചാർജ് ഇല്ലെങ്കിലും അവ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവ ചാർജ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ബീറ്റ ഡികെ പോലെയുള്ള ചില ന്യൂക്ലിയർ പ്രോസസ്സുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് എലിമെൻ്ററി പാർട്ടിക്കിൾസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതും എന്താണ്? ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ലോങ് റേഞ്ച് ഫോഴ്സാണ്. ഈ 4 തരത്തിലുള്ള ഫോഴ്സുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നുള്ളൂ. അതുമാത്രം തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വിക്ക് റിവിഷനായിട്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനും ആ വീഡിയോ സഹായിക്കും. ഓക്കെ, താങ്ക് യു.